രുചിയുടെ ശ്രുതിയോണത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഓണത്തിന്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ നമ്മുടെ വാമനൻ 3 അടി മണ്ണ് മഹാബലി തമ്പുരാനോട് ചോദിച്ചു. അപ്പൊ മഹാബലി തമ്പുരാനും പറഞ്ഞു, ആ ആയിക്കോട്ടെ, 3 അടി മണ്ണല്ലേ, നീ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ അടി, രണ്ടാമത്തെ അടി, മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാഞ്ഞപ്പം ലാസ്റ്റ് മഹാബലി തമ്പുരാനെ ശിരസ് തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് പുള്ളി നേരെ പാതാളത്തിലേക്ക് പോയത്. അങ്ങനെയാണ് കഥ വരുന്നത്. അപ്പൊ ഒരു തവണ വന്ന് നമ്മളെ എല്ലാം സുഖക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആൾ ഇത്ര ഉള്ളെങ്കിലും അത്രയാണ് എന്ന് ചിന്തിച്ച് നമ്മൾ പെരുമാറാൻ നിൽക്കരുത്. കയ്യിലിരിപ്പ് ഇത്രയായിരിക്കും. അങ്ങനെ ഒരു ഗസ്റ്റ് ആണ് നമുക്ക് ഇന്ന് വരുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും തട്ടിയെടുത്തിരിക്കുകയാണ് ആള്. ഇത്രേ ഉള്ളൂ, പക്ഷെ കയ്യിലിരിപ്പ് ഇത്രയാണ്. ഞാൻ പറഞ്ഞതുപോലെ കുട്ടി തെന്നലാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഈ പറയുന്ന ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ തന്നെ വോയിസ് ഓഫ് സത്യനാഥൻ, മനോരഥങ്ങൾ, അങ്ങനെ ഒട്ടേറെ പടങ്ങളാണ് തെന്നൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് തെന്നലിനെ അറിയാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു പരിപാടി ചെയ്യുന്നുണ്ട്, വരുമോ എന്ന് ചോദിച്ചപ്പോഴേ ഓടിച്ചാടി വന്നതാണ് കേട്ടോ. സ്റ്റേറ്റ് അവാർഡിന്റെ തിരക്കുകളിലാണ്. എങ്കിൽ കൂടെയും അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ കിച്ചണിലുണ്ട് ആള്. നമുക്ക് പോയി ഇന്ന് എന്താ വിഭവം, എങ്ങനെയാണ് വിശേഷങ്ങൾ എല്ലാം കേട്ടറിയാം. പറയൂ. അത്തം പത്തു രുചി ശ്രുതിയോടെ പാടാമൊന്നായി, എരിമൊളി മധുരം രുചിയോടെ ഇലയിൽ ശ്രുതി മധുരം, രുചിയോടെ ശ്രുതിയോടെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ ഉള്ളത് കുട്ടി തെന്നലാണ്. ഇപ്പൊ അത്ര കുട്ടിയൊന്നും അല്ല കേട്ടോ. ഇവളെ ഞാൻ കണ്ട സമയത്ത് നല്ല കുട്ടിയായിരുന്നു. ഇപ്പൊ ദാ എന്റെ അത്ര ആകാറായി. അടുത്ത വർഷം ആകുമ്പോ എന്നെ പൊട്ടിക്കോ അറിയില്ല. അപ്പോ ഒരു കുട്ടി കുറുമ്പാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഹാപ്പി ഓണം ആദ്യം തന്നെ പറഞ്ഞേക്കാം. രണ്ടാമത് കൺഗ്രാറ്റുലേഷൻസ്. രണ്ടും ഒരുമിച്ച് അറിയാം. എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത്തവണ സ്റ്റേറ്റ് അവാർഡൊക്കെ അടിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫീല്? എന്ന് വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്റെ ഞാൻ സ്കൂളിലായിരുന്നു അത് നിന്ന് പറഞ്ഞത്. സ്കൂളിൽ നിന്നാണ് അറിഞ്ഞത്? അപ്പൊ ആരാ പറഞ്ഞ? ടീച്ചേഴ്സ് ആണോ പറഞ്ഞത്? ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ടുപോയി. പറഞ്ഞു ഈ ന്യൂസ് ഒക്കെ അറിഞ്ഞു. അപ്പൊ ഞാൻ ടിവിയിൽ കാണുമ്പോ എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ആണോ? പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ വിളിച്ചു? അപ്പം അത് മഞ്ജാൻറ്റി മെസ്സേജ് അയച്ചു, മധു അങ്കിള് മെസ്സേജ് അയച്ചു, പിന്നെ ഇന്ദ്രിച്ച് അങ്കിള് മെസ്സേജ് അയച്ചു, അങ്ങനെ ചാക്കോച്ച മെസ്സേജ് അയച്ചു. എല്ലാരും മെസ്സേജ് അയച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായല്ലേ? പ്രതീക്ഷിച്ചായിരുന്നോ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് ഇത്തവണ? ഇല്ല, പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാന് എന്റെ പക്ഷേ ഫുൾ എഫേർട്ട് ഇട്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു തെന്നലിനെ നന്നായിട്ട് അറിയാമെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫുൾ എഫേർട്ട് ഇടും. നമുക്ക് എത്ര പാതിരാത്രി ആയാലും എത്ര നേരം എടുത്താലും അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഫുൾ എഫേർട്ട് ഇടും. ഡാൻസിനും അങ്ങനെ തന്നെയാ അല്ലേ? കഴിഞ്ഞ ദിവസം ഫോക്ക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതാ കുട്ടി തന്നെ മാറി. ഇതാ ഒരു കുഞ്ഞു മറുകന്ന് ഇത് എന്തിനായിരുന്നടി കുരു കുഞ്ഞു പിമ്പിളൊക്കെ വന്നു, വലിയ തെന്നലായി മാറണു. ഇനിയിപ്പോ ഭാവി നായികയായിട്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കണ്ടേ? വാങ്ങിക്കണം, എന്തായാലും തീർച്ചയായിട്ടും വാങ്ങിക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ഓണവിശേഷങ്ങൾ കുറച്ച് പറയാം അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ സ്റ്റേറ്റ് അവാർഡിന്റെ കഥകളും ഓരോരുത്തരുടെ കഥകളും ഒക്കെ പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഓണത്തിന് കനലിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? സദ്യയില് അതില് മെയിൻ എനിക്ക് പപ്പടം ഇഷ്ടം. ചോറും പപ്പടം ചോറും മാത്രം കൂട്ടി കഴിക്കുവോ? അങ്ങനെയല്ല, സദ്യയിലെല്ലാം കൂട്ടി കഴിക്കും. പരിപ്പും പപ്പടവും ചോറും ആ കോമ്പിനേഷൻ അത് മാത്രം മതി. തൈര് സദ്യയുടെ കൂടെ കഴിക്കും? എനിക്കിഷ്ടം. ആണോ? അതുകൊണ്ട് പപ്പടവും തൈരും. ഇതൊരു വിയേർഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ചോറും തൈരും പപ്പടവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിന്നെ വിളിച്ചു പറയുന്നതായിരിക്കും നീ എന്ത് അടി കാണിച്ചത് എന്നുള്ളത്. ശരി, അപ്പം തന്നെ കുക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, അതിനുള്ള സമയമില്ല. കാണാറുണ്ട്. അമ്മേന്റെ അടുക്കൽ അടുത്ത് ചെന്നിരുന്നിട്ട് അമ്മയാണോ കുക്ക് ചെയ്യാറ് മൊത്തം? അമ്മ ഉണ്ടാക്കുന്ന സഹായിക്കാറുണ്ട്. ഉള്ളിയൊക്കെ പൊളിക്കാൻ ഒന്ന് ആലോചിച്ചൊക്കെ എന്തൊക്കെയാണ് ശരിക്കും സഹായിക്കണേന്ന്? ചപ്പാത്തി സഹായിക്കലുണ്ട്. ചപ്പാത്തി വരട്ടും? വട്ടം വരുമോ അതോ ഇന്ത്യയുടെ ഭൂപടമാണോ?
അത് ചില സമയത്ത് ചീറ്റിപ്പോവും. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഞാനും ആദ്യം പരത്തിയപ്പോഴത്തേക്ക് ഇതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ വട്ട ഉണ്ടാക്കാൻ പഠിക്കുന്നത്. എന്നാലും ഇറ്റ്സ് വെരി ഗുഡ്. 5ാം ക്ലാസ്സിലല്ലേ ഇപ്പോ? 5ാം ക്ലാസ്സിൽ നമ്മൾ ചപ്പാത്തി പരത്തുക എന്ന് പറയുന്നത് വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അറിയോ? ഏത്തപ്പഴം ഉണ്ട്, തേങ്ങയുണ്ട്. ഇതെന്താണെന്ന് പറയൂ തന്നെ. ഇതെന്തുന്നാ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. വന്നപ്പോഴേ എന്നോട് ചോദിച്ചു, ചേച്ചി അതെന്തോ സാധനമാണ്. അപ്പം ഇതൊരു ടാസ്ക് ആണ്, എന്താണെന്ന് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? അത് നോക്കി കണ്ടുപിടിക്കാലോ. അതാ ഞാൻ കാണിച്ചത്. നോക്കിക്കോ. കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ഫുള്ള് കൺഫ്യൂഷൻ ആണ്. കട്ടൻ ചായ പോലെ തോന്നുന്നുണ്ട്. ശർക്കര പാനി പോലെ തോന്നുന്നുണ്ട്. അതെന്തെന്നാ? ശർക്കര പാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര ഇല്ലേ, ശർക്കര വെള്ളത്തിനകത്തിട്ട് ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അത്. പിന്നെ നമുക്ക് വെള്ളമുണ്ട്, ചുക്കുണ്ട്, ഇത് ജീരകപ്പൊടിയുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ? നിനക്ക് ശർക്കര പാനിയെ അറിയാത്തത് കൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് ചോദിക്കുന്നില്ല. ഇത് തെന്നലിന് ഇഷ്ടാവോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് തെന്നലിന് ഭയങ്കര ഇഷ്ടമുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം നുറുക്കാണ്. എന്താ പഴം നുറുക്ക്? എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് തൊട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഓണത്തിന് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റം ആണ്. എനിക്ക് തോന്നുന്നു ഞാനേ ഇപ്പോഴാണ് അറിയുന്നത്. എന്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ഉണ്ടാക്കാൻ പോണേ. അപ്പം കൺഗ്രാജുലേഷൻസ്, നിനക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ അറിയാം. നിനക്ക് ധൈര്യക്കുറവല്ലോ ഉണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ? നെഞ്ചത്ത് വെച്ച് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇല്ല. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് പണ്ടുള്ളവര് ഈ നമ്മൾ എല്ലാ സദ്യവട്ടങ്ങളും വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അല്ലേ സ്വിഗ്ഗിയില് ഓണസദ്യ എന്ന് പറഞ്ഞാൽ വരുന്നത്. പക്ഷെ പണ്ട് അങ്ങനെയല്ല, എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ രാവിലെ അമ്മമാര് പോയി എല്ലാം വൃത്തിയാക്കി പൂക്കളം ഇട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കണേ. അപ്പൊ ആദ്യം നമ്മുടെ ഓണം തുടങ്ങുമ്പം ഓണത്തപ്പന് പൂവട നേദിക്കും. പൂവട എന്നാണ് നമ്മുടെ അടയില്ലേ, അട അത് നേദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമില്ല, ധൃതിയാണ്. എത്ര കൂട്ടമുണ്ട് സദ്യയില്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പരിപ്പ് കൊറേ ഉണ്ട്. അതാ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസം അല്ലേ. നിങ്ങളുടെ കണ്ണൂർ സൈഡിലേക്കൊക്കെ എങ്ങനെയാ സദ്യയില്? കണ്ണൂർ സൈഡില് എന്ന് വെച്ചാ എല്ലാത്തിന് പേര് നിങ്ങൾക്ക് പരിപ്പില്ലല്ലോ. സദ്യയിൽ ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം പരിപ്പാ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പരിപ്പില്ല? എനിക്കറിയില്ല. ചോദിച്ചില്ലേ വീട്ടില്? ചോദിച്ചില്ലേ അതെന്താ നമുക്ക് പരിപ്പില്ലാത്തതെന്ന്? ഇനി ചെല്ലുമ്പോ ചോദിക്കണം, നമുക്ക് എന്താ പരിപ്പില്ലാത്തതെന്ന്. കാരണം പരിപ്പും പപ്പടവും കൂട്ടി നെയ്യ് ഒഴിച്ച് കഴിക്കുന്നതാണ് അതിന്റെ ഒരു സുഖം. അങ്ങനെ കഴിക്കും. നീ ഇനി അടുത്ത ഓണത്തിന് എന്റെ വീട്ടിലോട്ടോ, അപ്പൊ ഞാൻ തരാം. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് അങ്ങനെ സമയം ഇല്ലാത്തത് കൊണ്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ പഴം നുറുക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഏത്തപ്പഴം ഉണ്ടാക്കുന്നത്. നമുക്ക് അത് ഉണ്ടാക്കി തുടങ്ങിയിട്ട് നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ, സിനിമയുടെ കഥകളും ഒക്കെ കേൾക്കാം. ഓക്കെ. അതിന് നമ്മൾ ആദ്യം ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കത്തിക്കാം. അടുപ്പ് കത്തിക്കാൻ അറിയാമോ നിനക്ക്? വേണ്ട, എന്നാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അതറിയാം, എന്നാലും വേണ്ട. ആദ്യമായിട്ട് നീ ഉണ്ടാക്കിയത് എന്തുവാ? ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേക്കട്ടെ. ഇപ്പൊ ഈ പുതിയ പടം ഏതാണുള്ളത്? എന്താണ് നിന്റെ പരിപാടി? ഇപ്പൊ 2 പ്രൊജക്ട് വന്നിട്ടുണ്ട്, ഒന്ന് മലയാളം ഒന്ന് തമിഴ്. തമിഴ് അറിയാമോ നന്നായിട്ട് സംസാരിക്കാൻ? നന്നായിട്ടല്ല, പക്ഷേ എങ്ങനെങ്കിലും ഒക്കെ നമ്മൾ ഒപ്പിച്ചത് തമിഴാക്കും. അപ്പൊ ആരുടെയൊക്കെയാണ് പ്രൊജക്ട് വന്നിരിക്കുന്നത്? അത് പറഞ്ഞിട്ടില്ല, പേരും പറഞ്ഞിട്ടില്ല. പക്ഷെ അടുത്ത മാസം തുടങ്ങും. അത് ശരി. ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം സീക്രട്ട് ആണ്, വരുമ്പോ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. ശരി. അപ്പൊ വീട്ടിൽ എങ്ങനെയായിരുന്നു? നമ്മള് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നമ്മൾ സ്കൂളിൽ വെച്ചാ അറിഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വരണമല്ലോ. സ്കൂൾ ബസ്സിലാണോ വന്നേ? സ്കൂൾ ബസ് അല്ല, വീട്ടിൽ നിന്ന്. അച്ഛൻ പിക്ക് ചെയ്യുകയാണ്. അപ്പൊ വന്നപ്പോ അച്ഛന്റെ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? അച്ഛനിങ്ങനെ എല്ലാരും വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിലെത്തിയപ്പോ ഒരു ലോഡ് കൺഗ്രാറ്റുലേഷൻസ് എല്ലാം. താങ്ക് യു, അടുത്തത് താങ്ക് യു. ബുദ്ധിമുട്ടായോ ഇങ്ങനെ കുത്തിയിരുന്ന് എല്ലാവർക്കും താങ്ക് യു പറഞ്ഞപ്പോ? അതൊന്നുമില്ല, സന്തോഷമല്ലേ, എനിക്കും സന്തോഷം. നോക്കിയേ, ലുക്ക് വെരി ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ്. ചിലർ പറയും എനിക്ക് എല്ലാവർക്കും ഇട്ടിട്ടും മടുത്തു എന്ന്. പക്ഷെ ദാറ്റ്സ് വെരി ഗുഡ്. കാരണം നമ്മളുടെ അത്ര ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ അല്ലെ അവര് പറയുന്നത്. അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻ എന്തായിരുന്നു വന്നപ്പോഴത്തേക്കും? അമ്മ
അമ്മ ഇങ്ങനെ എന്റെ ഇങ്ങനെ ഇരിക്കരുത്, ഇത് ശരിക്കും സംഭവിച്ചോ? എന്റെ അച്ഛൻ പറയായിരുന്നു അമ്മ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിരുന്നു, ഇങ്ങനെ വിചാരിക്കുന്നില്ല, അപ്പൊ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണം, വിളിച്ചോണ്ട് വരണോ വിളിക്കണോ എന്നൊക്കെ ഉള്ളത് അല്ലേ? സർപ്രൈസ് ആയിട്ട് ആരെങ്കിലും കാണാൻ വന്നായിരുന്നോ? കാണാൻ ഡയറക്ടർ വന്നായിരുന്നു. ആണോ? മനു ചേട്ടൻ വന്നായിരുന്നു. കേക്ക് കട്ടിങ് ചെയ്തായിരുന്നു. ആണോ? മനുചേട്ടൻ എന്ത് പറഞ്ഞു? കാരണം മനുചേട്ടൻ എടുത്ത ശേഷം മൈക്കിൽ ഫാത്തിമ, അതിനകത്താണ് നമുക്ക് സീറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ മനുചേട്ടൻ എനിക്ക് തോന്നുന്നു അത്രയും എക്സൈറ്റഡ് ആയിരിക്കും, കാരണം ലൈക്ക് ഒരു ഡയറക്ടർ ആണല്ലോ അത് നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ മനുചേട്ടൻ എന്താണ് പറഞ്ഞത്? പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു, ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഓ, എനിക്ക് തോന്നുന്നു തെന്നലിന്റെ മുഖത്തുനിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കാരണം ചെറിയ കാര്യമല്ല അല്ലെ ഈ കുഞ്ഞു പ്രായത്തിൽ അത് കിട്ടുക എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരുപാട് ഇങ്ങനെ ഷെൽഫിൽ അടുക്കി വെക്കാൻ പറ്റട്ടെ. നമുക്കിപ്പം നമ്മുടെ ഉരുളി ചൂടായി, ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നീ വേണമെങ്കിൽ ഒഴിച്ചോ, അത് ഞാൻ ധൈര്യത്തിൽ ഒഴിപ്പിക്കും. ഒഴിച്ചോ, ഒന്നും പറ്റില്ല. വെള്ളം വെള്ളം സക്സസ്ഫുൾ. ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മള് ഏത്തപ്പഴം ഇങ്ങനെ വലുതായിട്ടാട്ടോ, ഇത് നമ്മൾ ഇപ്പൊ ഉടക്കത്തില്ല, ഇത് ഉടക്കുന്നതാണ് ഇതിന്റെ മെയിൻ ചടങ്ങ്. അപ്പൊ നേന്ത്രപ്പഴം, ഓഫ് നിങ്ങൾ കുറച്ച് നമ്പൂതിരിമാരായിരിക്കും, നമ്മൾ ഏത്തപ്പഴം എന്താ പറയാ. നിങ്ങളുടെ കുറെ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കല്ലേ ഈ ഉന്നക്കായ ഒക്കെ ഉള്ളത്, ഇവിടോട്ടൊന്നും ഉന്നക്കായ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ആലപ്പുഴ, എന്റെ വീട്ടിലൊന്നും ഉന്നക്കായ ഒന്നും ഇല്ല. അതൊക്കെ ഞാൻ കണ്ണൂര് വന്നിട്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കണ്ണൂര്, അവിടെ നിന്നാണ് ഈ ഉന്നക്കായ, കല്ലുമ്മക്കായ, പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ പുട്ടും ചിക്കനും കഴിക്കില്ല മിക്സ് ചെയ്തിട്ട് ഈ തട്ടുകടയിൽ കിട്ടുമല്ലോ, അതൊക്കെ ഇവിടെ ഒന്നും ഇല്ല. അതൊക്കെ കണ്ണൂര് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും അങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ കൂടെ കിട്ടത്തില്ല. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത് കണ്ണൂര് വന്നിട്ടാട്ടോ. അതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ. എനിക്കിഷ്ടം, നല്ല ടേസ്റ്റ് അതിന്റെ എന്താ പറയാ വറുത്തിങ്ങനെ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകത്തില്ലേ, അപ്പൊ ഞാൻ ഈ കല്ലുമ്മക്കായ, ഐശ്വരതി, ഇതൊക്കെ എന്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ഇതിനി ഇപ്പൊ തിളച്ച് വരണം. നമ്മൾ ഈ പഴം കുറച്ച് പുഴുങ്ങി, ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ മറ്റേ ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ചിട്ട് നമ്മൾ പഴം പുഴുങ്ങി എടുക്കത്തില്ലേ, അറിയാമോ അത്? നമ്മൾ ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കും, അതുപോലെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇതിന്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. സോ നമുക്കിപ്പോ ഈ മെത്തേഡ് താൽക്കാലികമായിട്ട് ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമുക്ക് പഴം ഇവിടെ പുഴുങ്ങട്ടെ, നമുക്ക് ഇവിടെ കുറച്ച് കഥകളിലേക്ക് വീണ്ടും കടക്കാം. ശരി, ഇതിന്റെ ഇടയ്ക്ക് സ്കൂളില് വെച്ചിട്ടാണ് അറിയുന്നത്. സ്കൂളിൽ വെച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? വെനസ്ഡേ ഉണ്ടായിരുന്നു. അവര് അസംബ്ലിയില് വിളിച്ചു കൊണ്ടുപോയി, അപ്പൊ ഒരു മൊമെന്റ് ഒക്കെ തന്നു. പിന്നെ ക്ലാസ് ടീച്ചർ കുറച്ച് എന്നെ പറ്റി ഇങ്ങനെ സിനിമേനെ ഇതൊക്കെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ ആ ഫസ്റ്റ് സീൻ ഉണ്ട് മൂവിയിൽ, ഞാനൊരു ഡയലോഗ് പറയുന്ന അത് കാണിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്ര ക്ലിയർ ആയിരുന്നില്ലായിരുന്നു ഡയലോഗ്, അപ്പൊ ഒന്നും കൂടെ പറയാൻ ചോദിച്ചു മൈക്കിലോട്ട്, ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടായിരുന്നോ ഡയലോഗ് അപ്പൊ പറയാൻ? ഞാൻ എപ്പോഴും ഇടക്കിടക്ക് എന്നൊന്ന് പറഞ്ഞ നോക്കട്ടെ. കരണ്ടടിച്ച് ചത്ത് കരണ്ട് കമ്പി കൂടി ഇങ്ങനെ വിരിയനും വന്ന് നമ്മളെ സാലിക്കാക്കിന്റെ തൊടിയത്തെ കുളമൊക്കെ കഴിഞ്ഞ് കാട്ടുമുരിക്കിന്റെ അടുത്തെത്തിയപ്പോ കത്തി നിൽക്കുന്ന കട്ട ചോരക്കണ്ണുള്ള ചേത്താൻ ഒറ്റ ഊത്തേന്ന് പാത്തുന്റെ വീട്ടിക്ക് വരണ കണ്ട് അവിടെ കിടന്ന് ചത്ത്. സുനിക്കാക്കിന്റെ വീട്ടിൽ വരാൻ നോക്കിയപ്പോ ദേ പിന്നെയും ചേത്താൻ. സൂപ്പർ, നിങ്ങൾക്കൊക്കെ കൈ അടിക്കാം കേട്ടോ. കൊച്ച പറയാൻ പറ്റുമോ? പക്ഷെ ഭയങ്കര അടിപൊളി. കാരണം ലുക്ക്, അതിനൊരു പ്രത്യേക ടാലന്റ് തന്നെ വേണം. കാരണം അത്രയും ഡയലോഗ്സ്, അത് നിനക്ക് കണ്ണൂർ സ്ലാങ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നല്ലേ, ആ കറക്റ്റ് ആ ഒരു ടോണിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ട്. കാരണം ഞാൻ ആ പടം കണ്ടപ്പോഴാണെങ്കിലും ഞാൻ വിചാരിച്ചു കേട്ടോ, നിനക്ക് കണ്ണൂർ ആയതുകൊണ്ട് നിനക്ക് ആ ഡയലോഗ് സ്ലാങ് കറക്റ്റ് കിട്ടും. പക്ഷെ ഈ കമന്ററി പറയാന്ന് പറയുന്നത് ഡബിങ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഡബിങ് ചെയ്തപ്പോ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞോണ്ട് കുറച്ച് ഈസി ആയി. എന്നാലും ആ ലിപ്സിംഗ് കറക്റ്റ് പിടിക്കാൻ പറ്റിയോ? പിടിക്കാൻ പറ്റില്ല. എനിക്ക് പിടിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട്. എന്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ ശേഷം മൈക്കിൾ ഫാത്തിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏറ്റവും ഓർമ്മയുള്ള സംഭവം? ഏറ്റവും ഓർമ്മയുള്ള സംഭവം എന്റെ ഫേവറേറ്റ് ആയത് ആ ഫുട്ബോൾ കമന്ററി പറയുമ്പോ അവിടെ മഴ പെയ്യായിരുന്നു. അപ്പൊ നല്ല
മഴയത്ത് കുളിച്ച് ചളിവെള്ളമൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഞങ്ങളൊക്കെ ഓണത്തിന്റെ സമയത്താണെങ്കിലും നമുക്ക് മഴയും വെയിലും ഒന്നും പ്രശ്നമില്ല. നമ്മൾ പോയി കുത്തി മറിഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ എന്റെ കുഞ്ഞിലെ എപ്പോ മഴ പെയ്താലും ഞാനും എന്റെ അനിയനും കൂടെ അപ്പ ചാടി വെള്ളത്തിലിറങ്ങും. ആ തറയിൽ കിടക്കുന്ന വെള്ളത്തിൽ കിടന്ന് കുത്തി പറയുമ്പോ ഒരു സുഖം അല്ലേ? നോർമലി അല്ലാതെ ഓണത്തിനൊക്കെ അങ്ങനെ ചാടി ഇറങ്ങാറുണ്ടോ? ഈ ഓണത്തിനിടയ്ക്ക് ഒരു മഴ പെയ്ത്തുള്ളതാണ്. അപ്പൊ അല്ലാതെ ആണെങ്കിലും മഴയത്തൊക്കെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങാൻ ഇഷ്ടമുള്ള ആളാണ്. കൈയൊക്കെ എനിക്കിഷ്ടാ, പക്ഷെ പനി പിടിക്കും. പനി പിടിക്കും, അത് കാരണം വിടത്തില്ല അല്ലെ? എന്നാലും കട്ടിറങ്ങാറില്ല. അയ്യോ നനഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ നമ്മളുടെ ഇതിന്റെ കാര്യം മറന്നു പോകരുത്. ഇത് നമ്മൾ തന്നെ കഴിക്കേണ്ടതാണല്ലോ. ഇതിപ്പോ നമ്മളുടേത് കുറച്ചൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി ഈ പഴത്തിന്റെ അകത്തോട്ട് സക്ക് ചെയ്ത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനി ഇവിടെ ഒഴിക്കണം. ഒഴിച്ചോളൂ. ഒഴിക്കാൻ പഠിച്ചില്ലേ നേരത്തെ? നേരത്തെ ഇങ്ങനെ ഒഴിക്കണം. ഇത് ഇങ്ങനെ തേക്കൊണ്ട് മറിയാൻ ചാൻസ് ഉണ്ട്. എന്നാ ഞാൻ തന്നെ ഒഴിക്കാം അല്ലേ? ധൈര്യശാലി ആയതുകൊണ്ട് മറിയാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ശർക്കരപ്പാനി കിടന്ന് ഇത് നന്നായിട്ട് തിളയ്ക്കണം വീണ്ടും. അപ്പോ നമ്മളുടെ ഇവിടെ പഴം തിളച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ പാചകമൊക്കെ ഒന്ന് നോക്കാൻ പോയല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയണമെന്നുള്ളത്. ഇവിടെ ഭയങ്കര നൃത്തങ്ങളായിരുന്നു. ഞാനും തെന്നലുമായിട്ട് കളിച്ച ഡാൻസ് എനിക്ക് തോന്നുന്നു എന്നെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. തെന്നലൊരു ഡാൻസറാണ് അല്ലേ? തെന്നലിന് ഫോക്ക് ഡാൻസിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഭരതനാട്യം പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഭരതനാട്യത്തിന് ഈ വർഷം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഡാൻസ്. തെന്നലിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. എപ്പോഴാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്? അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ആരുടെ ഇൻട്രസ്റ്റിലാ പഠിക്കാൻ തുടങ്ങിയത്? എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു. അപ്പൊ എന്നെ അമ്മ ചോദിച്ചു ഡാൻസ് പഠിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇഷ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആരാണ് ആദ്യം പഠിപ്പിച്ചത് ഡാൻസ്? അത് ദൃശ്യ മാം. ഇപ്പോഴും അവരെന്നെ പഠിപ്പിക്കുന്നു. ആണല്ലേ? എന്നിട്ട് ഈ പോകാനൊക്കെ മടിയുണ്ടോ? എനിക്കൊക്കെ പ്രാക്ടീസിന് പോകാൻ ഭയങ്കര മടിയാ. പോകാൻ ഓൺലൈൻ ആയിക്കൊണ്ട് പിന്നെ പോകണ്ടല്ലോ, വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു. ഓ, ഇപ്പൊ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആയല്ലേ? പക്ഷെ ചില സമയത്ത് പോയി പഠിക്കും. ചില സമയത്ത് ഒരു മൂഡ് വരുമ്പോഴത്തേക്കും ഒക്കെ പോയി പഠിക്കും. അപ്പൊ ഈ കോമ്പറ്റീഷൻ ടൈമിലൊക്കെ എങ്ങനെയാ? ടെൻഷൻ ഒക്കെ ഉണ്ടാവാറുണ്ടോ? ദൈവമേ ഇതൊക്കെ എന്താവോ എന്നൊക്കെ ആലോചിച്ചിട്ട്? ഇത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് എന്നാലും ആ സമയമാകുമ്പോഴത്തേക്കും ഒരു ഇത് വരത്തില്ലേ? ഈ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോ ഉള്ള ഒരു ഫീൽ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടാന്ന് വെച്ചാല് എനിക്ക് ഇഷ്ടാ. പക്ഷെ അടുത്ത ഞാനാ ഇനി ഞാൻ ചെയ്യണോ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ വരും. അപ്പൊ അമ്മേനോട് എന്തെങ്കിലും പറയുമോ നൈസായിട്ട്? അമ്മ എനിക്ക് ടെൻഷൻ ഉണ്ട്, മിണ്ടണ്ടെന്നൊക്കെ പറഞ്ഞു. അമ്മ ഉണ്ടാവൂല, ഡാൻസ് ടീച്ചർ ആയിരിക്കും. ഓ, അമ്മ ഉണ്ടാവാറില്ല? അമ്മയ്ക്ക് അതിലും ടെൻഷനാണോ? അല്ല, അമ്മ കാണാനല്ല അമ്മക്ക്, അപ്പൊ അവിടെ ഇരുന്ന് കാണാം. ഓ, മുമ്പിൽ പോയി ആദ്യമേ അങ്ങ് സീറ്റ് പിടിക്കും എനിക്ക് കാണാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ ആരാണ് കൂൾ ഓഫ് ചെയ്യുന്നത് ബാക്ക് സ്റ്റേജില്? ഞാൻ പറയും പേടിക്കണ്ട സാരില്ല, കുറച്ച് വെള്ളമൊക്കെ കുടിക്ക്. അത്ര പിടിച്ചിട്ടില്ല. എന്നാലും ഒരു മെഡിറ്റേഷൻ ഒക്കെ എടുക്കും, ഇങ്ങനെ ശ്വാസമൊക്കെ എടുത്തില്ല കുഴപ്പമില്ല എന്നൊക്കെ. എന്താണ് ഈ ടെൻഷൻ വരുന്നത് പൊതുവെ? ഈ ഡാൻസിന് അത് തന്നെ. എന്താണ് ഇപ്പൊ കളിച്ചാ തെറ്റിപ്പോവോന്നാണോ, അതോ സ്റ്റെപ്പൊക്കെ കറക്റ്റ് ആയിട്ടായിരിക്കുമോ എന്നാണോ, അതോ മുമ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ, എന്താണ് ആലോചിക്കുന്നത് എന്നല്ല ആ സമയത്ത്? അതെന്താ, എനിക്ക് കോമ്പറ്റീഷൻ ആയിക്കൊണ്ട് അങ്ങനെയല്ല. എനിക്ക് ഫസ്റ്റ് കിട്ടോ അതോ, പക്ഷെ ഞാൻ എന്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും. ദാറ്റ്സ് വെരി ഗുഡ്. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെല്ലാം മേളിൽ തീരുമാനിച്ചോളൂ. ഈ ആക്ടിങ്ങിന് വരുമ്പോഴും ആർക്കായിരുന്നു കൂടുതൽ? അച്ഛനാണോ അമ്മയ്ക്കാണോ ഞാനിങ്ങനെ അഭിനയിച്ച് എന്റെ മോളിങ്ങനെ അഭിനയിച്ച് കാണണം എന്നൊക്കെ കൂടുതൽ ആഗ്രഹം? ആഗ്രഹം എന്ന് വെച്ചാല് നമുക്ക് 3 പേർക്കും ആഗ്രഹമുണ്ട്. 3 പേർക്കും. എന്നാലും നീ വന്നത് നീ പൊടിഡബ്ബി ആയിട്ടല്ലേ വന്നത്. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടുതലുണ്ട്. ഇപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന് ഭയങ്കര സിനിമാ ഭ്രാന്താ. അപ്പൊ എന്റെ അച്ഛന്റെ സിനിമാ ഭ്രാന്ത് കാരണമാണ് എന്നെ കൊണ്ടുവന്നത് ഇതിനകത്തോട്ട് ഇട്ടത്. അപ്പം അത് അമ്മയ്ക്കും ഇഷ്ടമാണ്, അല്ലാന്നല്ല, എന്നെ ഒരുക്കുന്നതും അങ്ങനെല്ലാം കൊണ്ടുപോകുന്നതും ഒക്കെ അമ്മയാണ്. പക്ഷെ ഇത് ഭയങ്കര അഡിക്റ്റഡ് എന്റെ അച്ഛനാണ്. അതുപോലെ അമ്മയിലും അച്ഛനും ആരാണ് അഡിക്റ്റഡ് സിനിമയ്ക്ക്? അങ്ങനെയില്ല, രണ്ടാളും ഒരുമിച്ച് അഡിക്റ്റഡ് ആണ്. അപ്പൊ നമ്മളത് തിളച്ചു തുടങ്ങി. ഇനി ഒരു കുഞ്ഞു പരിപാടി ചെയ്യാം. നമുക്ക് ഈ വാഴയില വെച്ച് മൂടി കൊടുക്കാം. നമ്മൾ നോർമലി പാത്രം വെച്ചിട്ടൊക്കെ അല്ലേ മൂടുക? യാടാ, ഗ്ലാസിന്റെ പാത്രം വെച്ചിട്ട് മൂടി കൊടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് വാഴയില വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അപ്പം പെട്ടെന്ന്
ട്രഡീഷണൽ, നമ്മളെല്ലാം ട്രഡീഷണൽ വേയിലാണ് ചെയ്യുന്നത്. നമ്മൾ മോഡേൺ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ അതെ, അപ്പം ഈ പറയുന്നത് പോലെ കൂടെ വരുന്നത് ആരാ അഭിനയിക്കാനൊക്കെ പോകുമ്പം? കൂടെ രണ്ടാളും വരും. രണ്ടാളും വരും. എന്തായാലും വരും. പിന്നെ ചിലപ്പോ എന്റെ ഫാമിലിയിലത്തെ കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് വന്ന് കാണാറൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന സന്തോഷം അല്ലെ? ഇങ്ങനെ വരുമ്പോ എല്ലാരും പരിചയപ്പെടുത്തി കൊടുക്കുവോ സെറ്റിൽ കൊണ്ടുപോയി? ഇത് ഇയാളാണ്, ഇത് ഇയാളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ? അതെനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് ഒരിക്കലും പോവില്ല. കാരണം എന്റെ അച്ഛന്റെ അമ്മയൊക്കെ വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ പെങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് വാ വാ വാ, ഇതാണ് നമ്മുടെ ഡയറക്ടർ, ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുവോ? തെന്നലിന് ഏറ്റവും ഇഷ്ടം ഉള്ള ഹോബി എന്താണ് ചെയ്യാൻ വേണ്ടിട്ട്? ഹോബി എനിക്ക് ഒന്നല്ല, ഡാൻസിങ്, ഡ്രോയിങ്, പിന്നെ കുറച്ച് ആക്ടിങ്. ഡ്രോയിങ്, എല്ലാത്തിലും. നമ്മൾ അങ്ങനെ ഒന്നിലും ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല? പിയാനോ ഉണ്ട്, ഇടക്കൊക്കെ വായിക്കും, പക്ഷെ അങ്ങനെ പഠിച്ചിട്ടില്ല. ഇല്ല, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അച്ഛനോടും അമ്മയോടും പറയാം ഇനി അടുത്തത് കുട്ടീനെ പിയാനോക്ക് ചേർക്കുക അല്ലെ? ഇനിയിപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ, അതിനകത്തും വല്ല അവാർഡും കിട്ടിയാലോ ഇനി. നമുക്ക് പറയാൻ പറ്റില്ല എന്തിലാണ് കഴിവുള്ളതെന്ന്. ഞാനും എല്ലാം പഠിച്ചിട്ടുള്ളതാ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എല്ലാം പഠിക്കും. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരിക്കലും വിടരുത് കേട്ടോ. നമ്മളെപ്പോഴും ഇഷ്ടമുള്ളത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ച് അത് നല്ലതാണ്, നല്ല നോളജ് കിട്ടും. അതൊക്കെ ഇരിക്കട്ടെ, പഠിത്തത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? മാത്സും സയൻസും. എന്റെ ദൈവമേ, മാത്സ് പറയരുത്. എങ്ങനെ മാത്സ് ആണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് മാത്സും സയൻസും. അത് കുറെ നോട്ട്സ് അത്ര ഇഷ്ടമല്ല, പക്ഷെ പഠിക്കാൻ ഇഷ്ടമാണ്. ക്ലാസ്സിലെ ബുജിയാണോ? അങ്ങനല്ല, നോർമൽ, ഒരു മീഡിയം, ഒരു ആവറേജ്, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകും. ഒരു 90% അങ്ങനെയൊക്കെ. അതാണുള്ള എന്നാലും പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഈ ആക്ടിങ് അല്ല, ആക്ടിങ് അവിടെ നിക്കട്ടെ, ആക്ടിങ് ഒരു പാഷനാണ് അല്ലെ? നമുക്കത് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്യുമ്പം എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ആക്ടിങ് അല്ലെങ്കിൽ തെന്നൽ ആരാകും? ആക്ടിങ് അല്ലെങ്കിൽ എനിക്കൊരു ഡാൻസർ ആവാം. ആക്ടിങ് ഡാൻസർ അല്ലെങ്കിൽ നീ ആരാകും? പെയിന്ററോ? ഒരാള് പെയിന്റർ ആണെന്ന് പറഞ്ഞു. അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് വരയ്ക്കാനും ലൈക്ക് ആർട്ടിസ്റ്റ്. ഓക്കെ, അങ്ങനെ അല്ലാണ്ട് ഈ പെയിന്റർ അല്ല. ഞാൻ വിചാരിച്ചു നീ ഉടനെ പെയിന്റർ. ഞാനതാ വിചാരിച്ചത്, സോറി, മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ അത്രയും നന്നായിട്ട് പടം വരയ്ക്കും. എന്നെ വരച്ചു തരുമോ? നമ്മളിതേ ഇല വാടിപ്പോകും, അതുകൊണ്ട് ഒന്ന് തുറന്നു വെച്ചാ, ഇനി തുറന്നു വെച്ചാളാക്കാം. എന്ന് വെച്ചാൽ ഞാൻ ബെസ്റ്റ് ആയിരിക്കും. ഞാൻ അമ്മയുടെ സിസ്റ്ററുടെ വാവിനൊക്കെ എന്റെ ഫോട്ടോ 2-3 ഞാൻ അയച്ചു തരാമേ. ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്, ഇങ്ങനെ എല്ലാം എനിക്ക് വരച്ചയച്ചു തരണേ. അപ്പം എനിക്ക് എന്നിട്ട് ഈ ഫോട്ടോ, അമ്മേന്റെ സിസ്റ്ററിന്റെ വാവയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം കേട്ടോ. എങ്ങനെ വരച്ചിരിക്കുന്നത്, ലൈക്ക് ഞാൻ പടം വരയ്ക്കാൻ ചേർന്നത്, എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ വരയ്ക്കാൻ ചേർന്ന് കഴിഞ്ഞപ്പം എന്റെ ഡ്രോയിങ് സാറ് ഒരാഴ്ച ആപ്പിള് തന്നെ വരപ്പിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം ഞാൻ നിർത്തി. അതുപോലെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും നിർത്തിപ്പോയിട്ടുണ്ടോ? ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ്. കുട്ടിക്ക് ടീച്ചറിന്റെ ആവശ്യമില്ല, കുട്ടി എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. ആരാണ് അപ്പൊ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരത്തില്ലേ നമ്മളിപ്പോ ഷെയ്ഡിങ്ങിന്റെ കാര്യത്തിന് അങ്ങനെയൊക്കെ? അപ്പൊ ഇത് വരുമ്പോ ആരാ ഹെൽപ്പ് ചെയ്യണേ? ഇത് എന്റെ എന്ന് വെച്ചാല് ഞാൻ ചില സമയത്ത് യൂട്യൂബിൽ നോക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ അമ്മ ഇങ്ങനെ ഇത് ചെയ്തോ, ഇങ്ങനെ ഐഡിയാസ് ഉണ്ട്. ഇത് ചെയ്തു, അത് ചെയ്തോന്നൊക്കെ പറയാം. ഇതൊക്കെ അമ്മ ആർട്ടിസ്റ്റ് ആണോ? ഈ കഴിവുകളെല്ലാം കൂടെ ഒരുമിച്ച് എവിടുന്ന കിട്ടിയെന്ന് എനിക്കറിയണം. അതെനിക്കറിയില്ല. എനിക്കും അറിയില്ലെന്നോ? അപ്പൊ അച്ഛനും അമ്മയ്ക്ക് കഴിവില്ലാന്നാണോ? അങ്ങനെയല്ല, ഇങ്ങനെ വേറെ വേറെ കഴിവുണ്ടാവല്ലോ. അപ്പൊ പടം വരയ്ക്കാനില്ല. ഡാൻസ് കളിക്കൂല? അമ്മ ഡാൻസ് കളിക്കോ? അമ്മ ഡാൻസ് ഇപ്പൊ കളിക്കും, അല്ല പഠിക്കുന്നുണ്ട്. ഇപ്പൊ പഠിക്കുന്നുണ്ട്? നിങ്ങൾ ഒരുമിച്ചാണോ ഡാൻസിന് പോണേ? ചില സമയത്ത്. ചില സമയത്തന്നെ. പക്ഷെ അത് അടിപൊളിയാ അല്ലേ? ഈ അതൊക്കെ ഇരിക്കട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് തെന്നലിന്റെ? എന്ത് ഇങ്ങനെ സ്കൂളിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ? എനിക്ക് ഒന്നല്ല, എനിക്ക് ഓരോ കാറ്റഗറി ആയിട്ടുണ്ട്. എല്ലാരും. ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ക്ലാസ്സില് 27 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ള കുട്ടിയാണ് ഗൈസ്. അങ്ങനെയല്ല, ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സ് ആയിട്ട് എല്ലാരും. ഗേൾസിന് എല്ലാരും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട്. എന്നാലും ഒരാൾ കാണുമല്ലോ നമുക്ക് ഭയങ്കര. ഒരാളായിട്ടില്ല. എത്ര പേരായിട്ടുണ്ട്? ഒരു ഗ്യാങ് ഉണ്ടോ? അപ്പം
ചിലപ്പോ 7 പേര് അല്ലെങ്കിൽ 5 പേരുണ്ട് gang. 5 പേരുടെ ഗ്യാങ് ഉണ്ട്. ഓ, അപ്പൊ ഒരു ധാരാവിയാണ് സ്കൂളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നീ ശരിക്കും അവിടെ കാണിക്കുന്നത് സ്കൂളില്? അപ്പൊ അത് പറയേണ്ട കാര്യമില്ല കേട്ടോ. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളെ പിന്നെ പിടിച്ചാ കിട്ടില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി. അവൾ എടാ, നമ്മള് തമ്പികളിയന്റെ ഷൂട്ടിന് ആദ്യം വന്നപ്പോ നീ ഒരു കാക്കയുടെ ഒച്ചയിലെന്തോ പാടില്ല. എന്റെ കയ്യിൽ വീഡിയോ അത് നീ ഒന്ന് പാടി. ഭയങ്കര രസാ. ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ എവിടുന്നോ ഒരു ഒച്ച. ഞാൻ തിരിഞ്ഞു പറഞ്ഞു നോക്കിയപ്പോഴാ ഇവളാണ് പാടുന്നത്. ഒന്ന് കേൾപ്പിച്ചത്. ഇത് എന്റെ പുറകെ നിന്നിട്ട് ഞാൻ ശരിക്കും വിചാരിച്ച് കാക്കയാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് കാക്കയെ പോലെ കരഞ്ഞോണ്ടിരിക്കുക. മിമിക്രി ഇഷ്ടാണോ? ഇഷ്ടാ. ഞാൻ എന്റെ ടോഫിയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കും. ടോഫി പട്ടിക്കുട്ടിയാണ്. ടോഫി ഏതാ ബ്രീഡ് ഏതാ? ഷിറ്റ്സു ആണ്. എന്നാ ടോഫിയുടെ ശബ്ദം കേക്കട്ടെ. എന്തൊക്കെയുണ്ട് ഈ സ്മോൾ പാക്കേജിൽ ഇനി? അപ്പൊ പിന്നെ എല്ലാം അങ്ങ് നിരത്തി വെക്കാലോ. ഇനി എന്തൊക്കെയാ ചെയ്യാ? വെറൈറ്റി ഇല്ല അല്ലെ? അപ്പൊ ഇത് ആക്ച്വലി നിനക്ക് അതിനകത്ത് നല്ല സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും അധികം മിമിക്രി ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കാക്കയായി, പട്ടിയായി, ഇനിയിപ്പോ ബാക്കി പോരട്ടെ. ഓ, സംസാരിക്കുന്ന തത്തമ്മയാണ്. വെറൈറ്റി ഐറ്റമാണ്. പ്ലീസ്. ഹായ്. തത്തമ്മയുടെ പേരെന്താ? അടിപൊളി അടിപൊളി. ഇതെങ്ങനെയാ പഠിച്ചത്? തന്നെ ട്രൈ ചെയ്യുന്നതാണോ? വെറുതെ സൗണ്ട് ഉണ്ടാക്കിയപ്പോ തത്തമ്മ ഇങ്ങ് പോകുന്നു അല്ലെ? പിന്നെ ഇരിക്കട്ടെ തത്തമ്മ എന്ന് വെച്ചു. അപ്പം ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണല്ലേ പുതിയ പുതിയ കാര്യങ്ങള്? ഇതിനകത്ത് ട്രൈ ചെയ്തിട്ട് ഇത് ആരെയാ കൊണ്ട് കാണിക്കുക ആദ്യം? ഇത് കേട്ടോന്നും പറഞ്ഞിട്ട് ആദ്യം എന്റെ അച്ഛനമ്മേന്റെ അടുത്തും പിന്നെ വിളിച്ച് ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ ആരെയാ വിളിക്കുക? അങ്ങനെ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്, പിന്നെ നമ്മുടെ സിസ്റ്ററിന്, അവരൊക്കെ. ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു? സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയെന്ന് കേട്ടപ്പോ അവരൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ടായിരുന്നു. കാരണം അവര് നാട്ടിലാ. അപ്പൊ അവരിങ്ങനെ പറയും, കൺഗ്രാറ്റുലേഷൻസ്, ഇനി സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടി, ഇനി എന്ത് ചെയ്യുന്നൊക്കെ പറയും. എന്ത് ചെയ്യുന്നൊക്കെ? നാട്ടിലോട്ട് ഇനി പോകണ്ടേ ഒന്ന് ഇങ്ങനെ ഷൈനൊക്കെ ചെയ്ത്? നാട്ടിലൊക്കെ പോയോ? കുറെ പേര് വന്നു. എന്തെല്ലോ ഉണ്ടായിരുന്നു നമ്മളെ സ്വീകരണം. അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കണ്ടു. അപ്പൊ സന്തോഷായില്ലേ? നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുമ്പോ ഭയങ്കര സന്തോഷാണ് അല്ലെ? ഇനിയിപ്പം എങ്ങനെയൊക്കെ, ലൈക്ക് എന്താണ് തേനലിന്റെ ഏറ്റവും വലിയ ഇനി? ഇപ്പൊ എന്തായാലും ഡാൻസിങ് അല്ലെങ്കിൽ ആക്ടിങ്, അതാണ് ഇഷ്ടം. അപ്പം ആക്ടിങ്ങില് വരുമ്പം എവിടം വരെ എത്തണം എന്നാണ് ഭയങ്കര ആഗ്രഹം? അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ടോ റോൾ മോഡൽ? ഇന്ന ആളെ പോലെ എത്തണം, ഇന്ന നടീനെ പോലൊക്കെ എനിക്ക് ആവണം എന്ന്? അങ്ങനെ ചോദിച്ചാല് അതെനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഹൈ ലെവലിൽ എത്താൻ നോക്കും. നമ്മൾ എപ്പോഴും എയിം ബിഗ് എന്നുള്ളതാണ് അല്ലെ? എന്നാലും നമ്മൾ ഒരാളെ കണ്ട് ട്രൈ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ തന്നെ അവര് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഇവർ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഇത് നമുക്കും പഠിക്കണം എന്നുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്യാറുണ്ടോ? മഞ്ജു ചേച്ചിയുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? കണ്ടുപഠിക്കാൻ പറ്റിയ ആളാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല്? നല്ല രസമായിരുന്നു. മഞ്ജാന്റി ഇപ്പൊ എന്നെ തെന്നലാന്റിന്ന് വിളിക്കുക. കാരണം ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ ഫോൺ എടുത്ത് ഇങ്ങോട്ട് ഇരുന്ന് മഞ്ജാന്റി ഒരു ഫോട്ടോ എടുക്കാവോ? അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും മഞ്ജാന്റിന്ന് വിളിച്ച് ഇപ്പൊ എന്നെ തെന്നലാന്റിന്ന് വിളിക്കും. ആന്റിന്ന് വിളിച്ച് തിരിച്ച് നമുക്ക് കിട്ടിയല്ലേ പേര്? എന്താ പറയാ. അപ്പൊ നമുക്ക് നമ്മളുടെ വിഭവത്തിൽ നിന്ന് നമ്മൾ പോകുന്നു. ഇത് കരിഞ്ഞു പോയാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും ഇതൊന്ന് വെട്ടിക്കഴിയുമ്പോൾ ഇനി തീർന്നിട്ടില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയന്റും കൂടെ ഉണ്ട്, അത് നമുക്ക് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നെയ്യ് ഇടണം. നെയ്യ് ഇഷ്ടാണോ? ഇഷ്ടമാണ്. ദോശയുടെ കൂടെ മറ്റേ നമ്മളെ എന്താ പറയാ, നെയ്യും പിന്നെ പഞ്ചസാര ഇട്ട് ദോശയുടെ കൂടെ നെയ്യ് റോസ്റ്റ് പോലെ ആക്കി വീട്ടിലുണ്ടാക്കണേ. ഞാനും അതെ, ഞാൻ എപ്പോ ദോശ ഉണ്ടാക്കിയാലും കുറച്ച് നെയ്യ് അതിനകത്തിടും. എന്റെ അനിയന് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് റോസ്റ്റ്. എങ്ങനെയാണ് ദോശ? കട്ടിക്കാണോ അതോ മൊരിഞ്ഞിരിക്കുന്ന ദോശയാണോ ഇഷ്ടം? ക്രിസ്പി ദോശയാണോ ഇഷ്ടം? ശരി, അപ്പൊ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടു. ഇനിയും ഇതെന്താ അറിയാമോ? ചുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ്. നിന്റെ മിമിക്രിക്ക് കുറച്ച് നന്നായിട്ട് വരട്ടെ. ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കില്ലേ? കുറച്ച് ചുക്ക് നമുക്ക് ഇടാം.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ നമ്മൾ കുറച്ച് ചുക്കിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഇതെനിക്ക് പറഞ്ഞു തന്ന ചേച്ചി പറഞ്ഞത്. അടുത്തത് കുറച്ച് മണത്ത് നോക്കി പറ. കറക്റ്റ്, ജീരകപ്പൊടി അതും കുറച്ചിട്ടാ മതി. ഇത് രണ്ടും നമുക്ക് കുറേശ്ശെ ടേസ്റ്റിന് ചേർക്കാം. ഇനി നമുക്കിത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഈ പഴത്തിലേക്ക് പിടിക്കണം. ഓക്കേ, അപ്പൊ അത് തിളക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം സീക്രട്ട് ചോദിക്കട്ടെ. ഞാൻ വന്നപ്പോ തൊട്ട് ആലോചിക്കുന്നു, ഞാൻ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. സംഭവം ഞാൻ ഇത്രയും പുട്ടിയൊക്കെ ഇട്ട് ഒരുങ്ങിയെങ്കിലും ഒരാള് ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ദാ കിടക്കുന്നു, എന്റെ ഡ്രസ്സ് ഡിമ്മായി പോയി. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ ഡ്രസ്സ്. ഇത് എവിടുന്നാണ് ഇത്? ഇത് എന്റെ അമ്മയുടെ ബൊട്ടിക്ക. എല്ലാ കലാപരമായിട്ടുള്ള കുടുംബമാണ്, കൈവെക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും പുതിയതായി നിങ്ങൾ സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അത് ഇനിയൊന്നുമില്ല. അങ്ങനെ പറയണ്ട, തീർത്തു പറയണ്ട. ഇനി നാളെ നിനക്ക് തോന്നിയാലോ നിനക്കൊരു മാത്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇടണമെന്ന്. ശരി, അപ്പൊ ബൊട്ടിക്കിന്റെ പേരെന്താ? കുങ്കും ബൈ പാം എന്നാണ് ബൊട്ടിക്കിന്റെ പേര്. നല്ല രസമുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എങ്ങനെ ഈ ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഷോപ്പിംഗ് ഒക്കെ പോകുമ്പോ എങ്ങനെയാ? ഓണക്കോടിയൊക്കെ വാങ്ങിക്കാറുണ്ടോ? ഓണക്കോടി എനിക്ക് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് പൈസ തരാം, അപ്പൊ അതിനെ കൊണ്ട് വാങ്ങിക്കും അല്ലേ? എല്ലാ വർഷവും വാങ്ങിക്കും കൃത്യമായിട്ട്. ആരൊക്കെ പിന്നെ പൈസ തരുന്ന ഓണക്കോടിക്ക്? ഗ്രാൻഡ് പാരന്റ്സ്. അവര് മാത്രമേ തരുള്ളൂ? അല്ല, അങ്ങനെയല്ല, റിലേറ്റീവ്സ് ഒക്കെ. അത് മാത്രല്ല, ഇപ്പൊ കൊറേ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അങ്ങ് ഇതാവും അല്ലെ? ഇനിയിപ്പൊ വേണ്ടല്ലോ, അമ്മയുടെ തന്നെ പൊട്ടിക്കണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ എടുത്തിട്ടാ പോരെ, എളുപ്പമായില്ലേ? ഈ ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ? ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ള അതെനിക്ക് എല്ലാ ടൈപ്പും ഇഷ്ടം, കാരണം എല്ലാം വേറെ വേറെ ഒരു ഇതല്ലേ. അതാ, ഓരോന്നും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഡിഫറെന്റ് അറ്റയേഴ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. എന്നാലും നമുക്ക് നാടൻ പെൺകുട്ടിയായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം, കുറച്ച് മോഡേൺ യോ അങ്ങനെ നടക്കാനാണ് ഇഷ്ടം? രണ്ടും മിക്സ്. ഇവിടെ ഒന്നിനും പിടി തരൂല കേട്ടോ. അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിൽ. എന്താണ് തെന്നലിന് പ്രശ്നമുള്ള ഒരു കാര്യം? എനിക്കിത് ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യം എന്താ? എനിക്കറിയില്ല, എനിക്കും ആ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ തെന്നലിനെ അറിയാന്നിട്ട് തന്നെ 4 വർഷം ആകണു അല്ലേ? 3.5 വർഷത്തോളം ആകുന്നു. ഇതുവരെ ഈ കുട്ടി ഒന്നും വേണ്ട ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒന്നും അങ്ങനെ ഇഷ്ടമില്ലാതല്ല. ദേഷ്യം വരാറില്ല തെന്നലിന്? കുറച്ച് എനിക്ക് തരുമോ? അങ്ങനെയൊന്നും വരത്തില്ല. എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യപ്പെടാറുണ്ടോ? ഇപ്പൊ കൂട്ടുകാരോടോ ആരോടെങ്കിലും? ടോഫിനോടെങ്കിലും? പാവോ അല്ലേ? എന്നാലും കുറുമ്പ് കാണിക്കുമ്പോ നമുക്ക് ദേഷ്യം വരുമല്ലോ. ഒത്തി വാങ്ങിക്കും കിട്ടുന്നു. ടോഫിക്ക് ഡിപ്രഷൻ വരും. അത് പ്രശ്നം. അപ്പൊ ടോഫി ഇപ്പം ഷൂട്ടിനൊക്കെ നിങ്ങൾ എല്ലാരും കൂടെ പോകുമ്പോ ടോഫിനെ ആര് നോക്കും? ആണോ? അവരെ ഇഷ്ടാണോ ടോഫിക്ക്? അവിടെ ഇപ്പൊ അവരെല്ലാരും ഉള്ളതുകൊണ്ട് പിന്നെ ടോഫിക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് കിടക്കാതിരുന്നാ മതി. എന്റെ ക്യാപ്പും അങ്ങനെയാണ്. എന്നെ ഒറ്റയ്ക്ക് ഇടരുത്, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. ഇപ്പൊ ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമാണോ? തേങ്ങ വെല്ലവും അവിലും ഇഷ്ടം. വെല്ലം, ശർക്കരക്കാണ് ആക്ച്വലി എനിക്ക് അറിയാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇവള് പറഞ്ഞപ്പോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു വെള്ളത്തിന്റെ വരവ്. വെല്ലം എന്നാണ് അല്ലേ ശർക്കരക്ക് പറയാ? നേരത്തെ അത് പറയാനാണ് ഞാൻ ആലോചിച്ചത് അത് കാണിച്ചപ്പോഴത്തേക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ ആലപ്പുഴക്കാരിയാണ്, നമ്മുടെ അവിടെ ശർക്കര എന്നാ പറയാ. വെല്ലം അവലും കൂടെ ആയിട്ട് അതിനകത്ത് തേങ്ങ ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ ഈ നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം. വീട്ടിൽ എങ്ങനെയാ? നാടൻ ഭക്ഷണങ്ങളാണോ അതോ ഫാസ്റ്റ് ഫുഡാണോ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം? എനിക്ക് ഇഷ്ടം വീട്ടിലത്തെയാ, എപ്പോഴെങ്കിലും. എന്നാലും വെളിയിൽ പോയ ഹോട്ടലിൽ പോകുമ്പോ ആദ്യം ഓർഡർ ചെയ്യാൻ തോന്നുന്നത് എന്താ? ഞാൻ കാരണം എനിക്ക് ഞാൻ റൈസ് അധികം തിന്നത്തില്ല. കഴിക്കാറില്ല. എന്റെ സൗന്ദര്യത്തിന് രഹസ്യം, എന്റെ ഡയറ്റിൽ ഞാൻ റൈസ് കൂട്ടാറേ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് തൈര് വേണം അല്ലേ? അത് നിർബന്ധ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനാണ് കഴിക്കുന്നത്. ചപ്പാത്തി ഞാൻ
കഴിച്ചോളൂ. ആ എന്തും കഴിക്കും, പക്ഷെ ഇഷ്ടം ഇതാണ് ആ. നാനാണ്. അപ്പൊ നാനിന്റെ കൂടെ എന്ത് കൂട്ടും? പനീർ ബട്ടർ മസാല, എനിക്ക് ചിക്കൻ എല്ലാ ടീക്ക കറിയും ഇഷ്ടമാണ്. ചിക്കന്റെ അങ്ങനത്തെ എല്ലാ കറിയും ഇഷ്ടം. ഇഷ്ടാണ്. അപ്പൊ ഈ നാടൻ ഭക്ഷണശാലയിലൊക്കെ പോയി കഴിക്കാറുണ്ടോ? അത് ചില സമയത്ത് തട്ടുകടയിലൊക്കെ പോയി നല്ല ദോശയും മുട്ടയൊക്കെ. എന്റെ മോനെ കൊച്ചൊരു ഫുഡിയാണ്. സംഭവം ഉണ്ടാക്കാൻ ചപ്പാത്തി മാത്രം അറിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കഴിക്കുന്നത് അത് പറയുമ്പോ അറിയാം ഭയങ്കര ആസ്വദിച്ചല്ലേ കഴിക്കുന്നത്. എൻജോയ് ചെയ്യാറുണ്ടോ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും? ഇത് നല്ല ടേസ്റ്റുള്ള ആകുമ്പോ എനിക്കിഷ്ടം. എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. ആ ഇഷ്ടത്തിലുണ്ട് ആ ഫുഡിനോടുള്ള ഇഷ്ടം. അച്ഛമ്മേന്നാണോ അമ്മൂമ്മേന്നാണോ വിളിക്കുക ഗ്രാൻഡ് പേരൻസിനെ? എന്റെ അമ്മേനെ മമ്മ. അമ്മാമ്മ. ആ ഓക്കെ. ഓ മമ്മ. അമ്മയുടെ അച്ഛന് അച്ചാച്ചൻ. നോക്ക. അച്ഛന്റെ അച്ഛന് വല്യച്ഛൻ. അച്ഛന്റെ അമ്മേനെ ദാദി. എന്റെ ദൈവമേ, ഇത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ലൈക് ഞാൻ കണക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ചോദിക്കാന്ന് പറയുമ്പോ ഇത് തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ ആയി മാറുക. എന്നൊക്കെയാ? മമ്മ, വല്യച്ഛൻ, അച്ചാച്ചൻ, ദാദിയ. ഇതന്നെ ഇങ്ങനൊരു കണക്ഷൻ? എടോ ആരും തമ്മിൽ ബന്ധമില്ലല്ലോടോ. ഇതെന്താ? അതെന്താ ദാദിന്ന് അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതാണോ അതോ എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്? ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, ഇപ്പൊ എന്റെ അനിയൻ എന്നെ ഓപ്പോളം എന്നാണ് വിളിക്കുന്നത്. ഓപ്പോളം എന്ന് വിളിക്കുന്നത് സാധാരണ നമ്മുടെ അവിടെ ബ്രാഹ്മിൻസിന്റെ അവിടെയാണ് ഓപ്പോള എന്ന് വിളിക്കുക. പക്ഷെ എന്റെ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ വിളിപ്പിച്ച് എന്റെ കസിൻസും അല്ല എന്റെ ഇളയതുള്ള ഓപ്പോള എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ആരെങ്കിലും ഇങ്ങനെ ദാദി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞോ അതോ നീ തന്നെ അങ്ങ് ദാദി എന്ന് വിളിച്ചതാണോ? കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഓർമ്മയില്ല അല്ലേ? എന്നാലും അതിന്റെ കണക്ഷൻ സൂപ്പർ ആണല്ലോ. ദാദിയും വല്യച്ഛനും അല്ലേ? ഇനി വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ചേട്ടനെയാണ് വിളിക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാരനാണോ അപ്പൂപ്പൻ കാണാൻ? യോയോ അപ്പൂപ്പനാണോ? എന്റെ അച്ഛൻ്റെ അച്ഛൻ യോയോ അപ്പൂപ്പൻ ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. എപ്പോഴും നമ്മളെ വൈകുന്നേരം വിളക്ക് കത്തിച്ചാല് എപ്പോഴും സന്ധ്യാനാമം ഇങ്ങനെ ജീവിക്കുമ്പോ ഇങ്ങനെ അതിന്റെ അർത്ഥവും ഒക്കെ ഇതൊക്കെ പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്. അതൊക്കെ പറഞ്ഞു തരും. സാധാരണ എല്ലാരും നാമം ജപിക്കണം എന്നേ പറഞ്ഞു തരാറുള്ളൂ അല്ലേ? എന്തിനാണ് നമ്മൾ ജപിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു തരത്തില്ല. അത് കൊള്ളാലോ, അപ്പൂപ്പൻ കൊള്ളാലോ. അപ്പൂപ്പന്റെ പേരെന്നാ? രാഘവൻ. നൈസ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ഇതൊന്നും അല്ല. ഗ്രാൻഡ് പേരൻസ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അമ്മൂമ്മമാരുണ്ടാക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? എനിക്ക് കൊറേ ഇഷ്ട. അതില് മറ്റേ നമ്മളെ കൊഴക്കട്ട ഇല്ലേ? കൊഴക്കട്ട. അതും പിന്നെ നമ്മളെ മൊളേഷൻ എന്താ പറയാ, അതിപ്പോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൊളേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, അതാണോ നീ പറഞ്ഞാൽ മതി. നമ്മളുടെ കുഞ്ഞുള്ളിയും മറ്റേ പച്ചമുളകും ഒക്കെ കൂടെ ഇടിച്ച് ചതച്ച് പുളി ഇട്ടിട്ടുള്ളതാണോ? അല്ല അല്ല. അപ്പൊ ഈ വേറെ ഐറ്റം മീനിന്റെ ഒരു കറിയാ. മറ്റേ കൊടംപുളി ഇട്ടിട്ട് വെക്കുന്ന പോലത്തെ ലൂസ് ആയിട്ടുള്ള കറിയാണോ? ലൂസ് ആയിട്ടുള്ള ഒരു കറി. എന്തോ ആട്ടെ. മൊളേഷൻ കണ്ണൂരുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, എനിക്കറിയില്ല ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാന്ന്. എന്നിട്ട് അതൊക്കെ കൂട്ടി ഇങ്ങനെ തിന്നും. നല്ല കൊഴുക്കട്ടെ അതും കൂടെയോ? ഇവരുടെ അങ്ങോട്ടേക്കുള്ള പ്രത്യേകത ഇവര് മറ്റേ ദോശയും മീൻകറിയും കഴിയും. വെറൈറ്റി ആണ്. ഈ രാവിലെ തന്നെ ഇത് കഴിക്കുവോ? അപ്പൊ രാവിലെ വൈകുന്നേരമാണ് ഇത് കഴിക്കുന്നത്. അത് ഭയങ്കര സൂപ്പറാണ്. അപ്പൊ ഒരു തവണ വരുമ്പോ എനിക്ക് ഉണ്ടാക്കി തരുമോ? ഞാൻ അത് കഴിച്ചിട്ടില്ല. ആ ഒരു കോമ്പിനേഷൻ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് മറ്റേ അലുവയും മത്തിക്കറിയും പോലെ ഉണ്ട്. എന്നാ കൂടെയും ട്രൈ ചെയ്യണമല്ലോ പുതിയ പുതിയ ഐറ്റങ്ങൾ. അപ്പൊ ഞാൻ ഒരിക്കലും വരാം. അപ്പൊ എനിക്ക് ഉണ്ടാക്കി തരുമോ? ഞാനല്ല, അമ്മമ്മ ഉണ്ടാക്കി തന്നാ മതി. നീ ഉണ്ടാക്കി തരണ്ട. നീ ഇനി വലുതായി കഴിഞ്ഞാൽ എനിക്ക് ആ ചപ്പാത്തിയുടെ കൂടെ ഒരു കുറുമ ഉണ്ടാക്കി തന്നാ മതി. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പഴേ ചപ്പാത്തി ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നു. അപ്പൊ നമ്മുടെ സാധനം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു ചെറിയ പ്രോസസ് കൂടെയുണ്ട് നമുക്ക്. പക്ഷെ ആൾക്കാരെയും കൂടെ കാണിച്ചു കൊടുക്കാം ഇതെങ്ങനെയുള്ളതെന്ന്. അപ്പോ നമ്മളുടെ പഴമുറുക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെയല്ല കേട്ടോ കഴിക്കുന്നത്. ഇത് നമ്മൾ ഉടയ്ക്കണം. അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പൊ ഉടയ്ക്കണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തല്ലി ചിക്കൻ ചതക്കണം. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ പഠിച്ചോ? ചിലതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഈ തേങ്ങ ഇങ്ങനെ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇട്ടാലും സെറ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് തേങ്ങ ഇങ്ങനെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ തേങ്ങ ഇങ്ങനെ ഇട്ടത്. നിനക്ക് തേങ്ങ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റാം. അപ്പൊ നമുക്കിത് എടുത്ത് ഉടയ്ക്കാം.
അപ്പോ നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. കണ്ടോ, ഈ പാകത്തിന് ഇത് വേവണം. എന്നാലേ നമുക്ക് ഇങ്ങനെ ഉടയ്ക്കുമ്പം സൂപ്പറായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ അറിയോ? ഇപ്പോഴാണ് നിന്റെ സർപ്രൈസ് ഇൻഗ്രീഡിയന്റ് വരുന്നത്. ഇതിന്റെ കൂടെ മെയിൻ ആയിട്ടുള്ള കോമ്പിനേഷൻ പപ്പടം. പപ്പടമാണ് ഇതിന്റെ മെയിൻ ഐറ്റം. അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ടാണ് നമ്മുടെ ഈ ഗാർണിഷിങ് സെറ്റപ്പ് വരുന്നത്. അപ്പം ജീം പൂമ്പ പപ്പടം വാന്ന് പറ, അപ്പൊ വരും. പറഞ്ഞോ, ജീം പൂമ്പ പപ്പടം വാ. അപ്പൊ പപ്പടം വന്നു. ഇത് എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മുടെ പഴന്നുറുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് അതിന്റെ ബേസ് ആണ്. ഇതിന്റെ മേളില് നമ്മള് ഈ പപ്പടം എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് ഇത് വെച്ചതിന് ശേഷം ഇതിന്റെ മേളില് നമ്മള് ഒരു ലെയറും കൂടെ ഇടും. അങ്ങനെ പണ്ടത്തെ സമയത്ത് കേട്ടോ, ഇത് 10 ലെയർ വരെ ഇടുമായിരുന്നു പോലും. ഒന്ന് വെക്കും, പപ്പടം പൊട്ടിക്കും, വീണ്ടും അടുത്തത് വെക്കും, പപ്പടം പൊട്ടിക്കും. അങ്ങനെ 10 ലെയർ വരുന്നതാണ് ഒരു ചാണ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ചാണ എന്നാണ് ഇതിന്റെ കണക്ക് പറയാ. എന്നിട്ട് എന്തിനാ അങ്ങനെ വെക്കണേന്നറിയോ? എന്നിട്ട് ഇത് കോമ്പറ്റീഷനാ, എത്ര ചാണ ഒരാൾ കഴിക്കുമെന്ന്. അപ്പൊ അത് ഒരു ഓണക്കളി പോലെ, ഒരു ഓണ കോമ്പറ്റീഷൻ പോലെ ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കും. അതാണ് സംഭവം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ കോമ്പറ്റീഷൻ നടത്തുന്നില്ല. നമുക്കിപ്പോ ഈ ഒരു ലെയർ മാത്രം മതി. അത് താഴെ വെച്ചോ. നമുക്ക് ഒരു ലെയർ മാത്രം വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് 10 ലെയർ വെച്ചാലും 1 ലെയർ വെച്ചാലും ഒരേ ടേസ്റ്റ് തന്നെ കേട്ടോ. ടേസ്റ്റ് ഒന്നും മാറത്തില്ല. എന്തായാലും ഫുഡ് ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നത് കൊണ്ട് ടേസ്റ്റ് ചെയ്ത് എൻ്റെ പാചകം എങ്ങനെയുണ്ട് പറയും. കുറ്റങ്ങൾ എല്ലാം പറയേണ്ടതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കണേ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തെന്നൽ വരല്ലേ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ഇതെന്താ ഐറ്റം എന്ന് പരീക്ഷിച്ച് നോക്കാന്ന്. പക്ഷെ അപ്പൊ എനിക്കറിയില്ലായിരുന്നു തെന്നൽ ഇത്രയും വലിയൊരു ഫുഡിയാണെന്ന്. ഇപ്പൊ അടുത്ത് ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പോ അപ്പൊ നമുക്കൊരു ഗംഭീര ഐറ്റമായിട്ട് വരാം. എന്ത് പറയണു? ചിക്കൻ ആയിക്കോട്ടെ. ചിക്കനോ ഫിഷോ? ഫിഷാ തോന്നുന്നു അല്ലേ കൂടുതൽ ഇഷ്ടം? ചിക്കനാണോ ഇഷ്ടം? ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് മുറിക്കുന്ന പരുവത്തിലേക്കായി. നമുക്കിപ്പോ മറ്റേ കേക്ക് ഇല്ലാതെ ഈ കേക്ക് മുറിച്ച് ആഘോഷിക്കാം. എന്ത് പറയുന്നു? ഓണത്തിന്റെ കേക്ക് നമുക്ക് അങ്ങനെ ഒരു ന്യൂജൻ ജെൻസി പേര് ഇതാക്കാം, ഓണക്കേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതങ്ങനെ സെറ്റ് ചെയ്തു. ലുക്ക്, ഇതാണ് നമ്മളുടെ ഐറ്റം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു സെറ്റപ്പ് ഒക്കെ മാറ്റാം. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗംഭീരം വേണ്ടേ, ഒരു അങ്ങനെ മാറ്റാം. സോ നമ്മുടെ പഴംനുറുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടെൻഷൻ ഉണ്ടോ നിനക്ക് എൻ്റെ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ? ഇല്ല, അവളെ കണ്ടല്ലോ, ഇത്രയൊക്കെ സാധനങ്ങളല്ലേ എന്തായാലും ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്, സൂക്ഷിച്ചും കണ്ടും വേണം ടേസ്റ്റ് ചെയ്യാൻ. ചൂടുണ്ടോന്ന് നോക്കിയെടുക്കണേടാ. കയ്യിൽ വെച്ചു. ചൂടുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു പറയുമ്പോ എക്സ്പ്രഷൻ അല്ല കേട്ടോ. നന്നായിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഉണ്ടാക്കി തരാൻ പറയാലോ, റെസിപ്പി ഒക്കെ പഠിച്ചില്ലേ. അപ്പൊ ഇതാണ് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴം നുറുക്ക്. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ചാണ മറന്നു പോകരുത്. 10 വെച്ച് ചാണ വെച്ച് കോമ്പറ്റീഷൻ. ക്ലാസ്സിൽ ചെന്നിട്ട് ഇനി പറഞ്ഞോ ഞങ്ങൾ പഴയ പുരാതന രീതിയിലൊക്കെ എപ്പോഴും ട്രൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാരോടും ട്രൈ ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. എല്ലാരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ രുചിയോടെ ശ്രുതിയോണത്തിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് കുഞ്ഞി തെന്നലാണ്. ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് മിക്കവാറും അടുത്ത വർഷമാകുമ്പോൾ വലിയ തെന്നലാവും. ഇപ്പൊ തന്നെ എന്നോളായി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് അല്ലേ പഴം നുറുക്ക്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കഴിച്ചു നോക്കിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. ബൈ. അപ്പൊ നമ്മള് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ. പക്ഷെങ്കില് നമ്മളുടെ ഓണവിഭവം ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതല്ലേ, അപ്പൊ ഞാൻ എന്തെങ്കിലും തരണ്ടേ? അല്ലേ മോശല്ലേ? ഇത്രയും നാൾ അറിയാഞ്ഞിട്ട് ഒന്നും കൊടുത്തില്ല പറയൂലേ. അപ്പം
ഒരു കുഞ്ഞ് സർപ്രൈസ് ഇതാ പോരട്ടെ. കൺഗ്രാജുലേഷൻസ് ആൻഡ് സെലിബ്രേഷൻസ്. പണ്ട് സ്കൂളിൽ അങ്ങോട്ട് പാടിയതാണ് ഞാൻ ഈ പാട്ട്. അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് അവാർഡുകൾ തേടി വരട്ടെ. വിചാരിക്കണ പോലെ നല്ല ഉയരങ്ങളിൽ എപ്പോഴും ഹൈറ്റ്സിൽ തന്നെ ചിന്തിക്കുക. എന്തായാലും ഇതിന് ഒരു കുഞ്ഞു സന്തോഷം. ഇനി അടുത്തടുത്ത വലുത് വരുമ്പോൾ ഞാൻ വലിയ വലിയ സന്തോഷങ്ങൾ തരാം. ഓക്കെ, അപ്പൊ മുറിച്ചോളൂ. പാട്ട് പാടാനില്ല, അതുകൊണ്ട് വെൽ ഡൺ മൈ ഗേൾ. അപ്പൊ ഇത് നമ്മളൊരു കുഞ്ഞ് ലാസ്റ്റ് ആക്ച്വലി ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ വെക്കാന്നാ വിചാരിച്ചത്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു, പിന്നെ മാറ്റണ്ടേന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ലാസ്റ്റിലത്തേക്ക് ആക്കിയത്. എനിവേ ഐ എം സോ പ്രൗഡ് ഓഫ് യു, വെരി ഹാപ്പി. പിന്നെ നമ്മളുടെ പരിപാടിയിലേക്ക് വന്നതിനും ഒരുപാട് താങ്ക്സ്. ഓക്കെ, ടാറ്റാ. Costume courtesy for Shruti Rajnikant, Glow the Designer Hub. Jewelry courtesy for Shruti Rajnikant, Golden Cup.